ഇതൊരു പള്ളിയായിരുന്നു നേരത്തെ. ചർച്ച് കൺവേർട്ടഡ് ടു എ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് കോർട്ട്. അങ്ങനെ നോക്കി പള്ളി എന്ന് പറഞ്ഞാലേ നമ്മൾ പോണേ, പക്ഷെ ഇതൊരു ഫുഡാണ്. ഫുഡ് കോർട്ട് പോലെയാണ്. കുറേ ചുറ്റുമുണ്ട്. ഇവിടെ നിന്ന് കഴിക്കുന്നു. ദിസ് ഈസ് എ ചർച്ച്. എന്തൊരു അതിശയമാണ് ഇത് കാണാനാണ് ഇവിടെ വന്നേ. നോക്കി ചർച്ച്. പക്ഷേ ആൾക്കാരെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഒരു അതുമൊക്കെ കോക്ടെയിൽസ്, ഇത് ബാറ്, ഇത് എന്തോ ഒരു സംഭവമാണ്. എന്തായാലും ഈ പള്ളിയാണിത്. ഈ പള്ളിനെ എല്ലാം കൺവേർട്ട് ചെയ്ത് അവരിത് വെള്ളമൊക്കെ സ്റ്റേക്ക് കിട്ടുന്ന കട. മെയിലും താഴെയുണ്ട് കേട്ടോ. ഓൾ ഫുഡ് ഏരിയ. അവിടെ ചൈനീസാണ്, സ്റ്റീമിംഗ് ആൻഡ് ഇവിടെ പിസ്സാസ്. പിന്നെ അത് ഓപ്പൺ ആയിട്ടില്ല. കോക്ടെയിൽസ് എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബാർ ഇത് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇത് ഹാൻഡ് മെയ്ഡ് പാസ്ത, അവിടെ ജലാറ്റോ ടു ബർഗർ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ്. ഫുഡ് മേടിച്ചിട്ട് ഫുഡ് കോർട്ടിലൊക്കെ വന്നിരുന്ന് കഴിക്കുന്ന പോലെ. ഈ പള്ളിയുടെ അകത്തുനിന്ന് കഴിക്കുന്ന സീനാലോചിച്ചു. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് തപ്പി പിടിച്ച് വന്നതാണ്. ഭയങ്കര അതിശയല്ലേ. പള്ളിയുടെ മുകളിലത്തെ നിലയിലേക്ക് കാണാം. കോക്ടെയിൽ ആൻഡ് ബിയർ വൈൻ ബാറ്. ആലോചിച്ചപ്പോ പള്ളിക്കകത്തെ ഒരു ഓൾഡ് പള്ളിയെടുത്ത് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഈ സൈഡിലെ ലോബ്സ്റ്റേഴ്സ്, ഓയിസ്റ്റേഴ്സ് ആൻഡ് പൈൻ എല്ലാ കടകളും ബാറും ഒക്കെ ഓപ്പൺ ആവുന്നത് 12 o'clock ആണെന്നാണ് പറഞ്ഞത്. ഇതാണ് ടോട്ടലുള്ള വ്യൂ. സോ ഇറ്റ് വാസ് ആൻ ഓൾഡ് ചർച്ച് കൺവേർട്ടഡ് ടു എ ഫുഡ് കോർട്ട്. ഓ മൈ ഗോഡ്. ഇവിടെയാണ് ഇന്ന് കഴിക്കുന്ന ആൾക്കാർ ഫുഡൊക്കെ മേടിച്ചിട്ട്. ഇതിങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പുതുമ. സാധാരണ ഞാൻ പള്ളിയിൽ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. ഇത് ഭയങ്കര സംഭവമായിപ്പോയി. ഐ ആം സോ സർപ്രൈസ്ഡ് ആൻഡ് ഷോക്ക്ഡ് എന്ന് തന്നെ പറയാം. ഇതിവിടുത്തെ ഒരു രീതി ആയിരിക്കാം. മേഫെയർ എന്നാണ് പറയുന്നത്. ഭക്ഷണം വാങ്ങാനായിട്ട് തീരുമാനമാണ്. എല്ലാം ടച്ചാണ്, കാർഡൊക്കെ. അതുകൊണ്ട് ഓട്ടോ എനിക്ക് സ്വന്തം. താങ്ക് യു. കോഫി ഇവിടെ. അവിടെ ഹാൻഡ് മെയ്ഡ് പാസ്ത, ഇറ്റാലിയൻ ഫുഡ് വേണമെങ്കിലാണ്. അതിനിപ്പോൾ തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റ് ആയി. ചോക്ലേറ്റ് ആൻഡ് കോഫി. How old is this Mayfair food court? 8 years. Okay. Open 2016. അതെ, 2016 they opened here. 8 വർഷമായിട്ടത് ഓപ്പൺ ആണെന്ന് പറയുന്നത്. പിന്നെ തേടി വന്ന ഒരു കാര്യം നടന്നു. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിയല്ല കേട്ടോ. അത് ഭയങ്കര ഒരു പാടാണ്. ഒരുപാട് ടൈം പോകും. പള്ളിക്കകത്തൊന്ന് കഴിക്കുന്ന സീൻ ആലോചിച്ച് നോക്കി എനിക്ക് ആലോചിച്ചു. എല്ലാവർക്കും അതിശയമാണ് ഇപ്പോൾ വരുമ്പോൾ. ഭയങ്കര സംഭവമല്ലേ. വെറും ഫുഡ് കോർട്ടും അല്ല, ഇതിനകത്ത് മിനി ബാറ്, കോക്ടെയിൽ ബാർസ് എല്ലാം ഉണ്ട്. ഫുള്ള് സജീവമായിട്ടില്ല. 12 മണിയാകും എല്ലാം ഓപ്പണാണ്. സോ ഐ ആം ഹാവിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ എ ചർച്ച് എന്ന് പറയാം. എനിക്ക് നിങ്ങളെ ഇത് കാണിച്ചു തന്നിട്ട് മതിയാവുന്നില്ല. എന്നുവെച്ചാൽ അത്രയ്ക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അയ്യോ എനിക്ക് ദൈവം, എനിക്ക് ആലോചിക്കാൻ പോലും പോയി. ഒരു ചർച്ചിനെ എടുത്തിട്ട് ഇതുപോലെ ഒരു ബാറും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട് ഒരു ഫുഡ് കോർട്ട് ആക്കുന്ന സീൻ ഇതിവിടെ നടക്കുന്നുണ്ട്. ദിസ് ഈസ് ബോണ്ട് സ്ട്രീറ്റ്, ലണ്ടൻ. ഞാൻ ഇവിടെ വരെ വന്നത് വെറുതെ ആയില്ല. ഇനി ഇവിടെ വേറൊരു സ്ഥലം കൂടി കാണാനുണ്ട്. അങ്ങോട്ട് തപ്പി പിടിച്ച് പോകണം. അത് കുറച്ച് നടന്ന് കണ്ടുപിടിക്കണം. ഫ്രെയിംലെസ് എന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഫ്രെയിംലെസ് ആണ് അതിന്റെ പേര്. അപ്പൊ അത് ഇങ്ങനെ ഗൂഗിൾ അടിച്ച് പോകാം. ഓക്കെ, അങ്ങനെ പള്ളിക്കകത്തുനിന്ന് ഇറങ്ങുകയാണ്. ചേർച്ചിൽ നിന്ന് ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് നോക്കി പോവാം.
ഞാനിപ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല. ആ ഒരു എന്താ പറയാ, ആ ഒരു ഇതിൽ നടക്കുകയാണ് ആ റെസ്റ്റോറന്റ് ഫുഡ് കോർട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട്.